ഹലോ, ഗുഡ് മോർണിംഗ്. തിരക്കുള്ള ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് സെറ്റായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ ഇന്നൊരു ഓഫീസ് ഡേ ആണ്, നമുക്ക് ഓഫീസിൽ പോകണം. ഞാൻ ഏകദേശം ഇതൊരു 3-4 മന്ത്സ് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. ഇപ്പോഴാണ് എനിക്കിത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് പോയി റെഡി ആയിട്ട് വരാം. ഞാൻ ഫ്രഷായി റെഡിയായി നിൽക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് മേക്കപ്പും കൂടി ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മുടെ ചെറിയ ചെറിയ മേക്കപ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് നോക്കാം. ആൻറ്റി ഫുഡൊക്കെ ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് അപ്പവും അതുപോലെ തന്നെ കടലക്കറിയാണ്. ആൻറ്റി വെക്കുന്ന ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ അപ്പവും കടലക്കറിയും അതുപോലെ ചായയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. കൂടെ തന്നെ ഒരു പേരക്കയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ റെഡിയായിട്ട് ഇറങ്ങാനായിട്ട് പോവാണ്. ഇവിടെ റൂമിൽ ചെറിയൊരു കൃഷ്ണനൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയോട് എന്നത്തെയും പോലെ തന്നെ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ബാഗൊക്കെ എടുത്ത് സെറ്റായിട്ട് ഇറങ്ങുകയാണ്. ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത വെതറാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഓഫീസിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് മാത്രം നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. ഞാൻ നടന്നിട്ടാണ് എന്നും ഓഫീസിൽ പോകുന്നത്. രാവിലെ ഒരു എക്സസൈസും ആയിക്കോട്ടെ. ആക്ച്വലി ഇത് എൻ്റെ പഴയ ബ്രാഞ്ചിൽ വെച്ചിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അത് കഴിഞ്ഞൊരു 2 മന്ത്സ് കഴിഞ്ഞപ്പം എനിക്ക് പുതിയ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്നത് പഴയ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വഴി കൂടിയാണ് നടന്നു പോകുന്നത്. അതിനുശേഷം എനിക്ക് പകുതി വഴി വെച്ച് ഒരു ഓട്ടോ കിട്ടി. അപ്പോൾ നമുക്ക് ഒരുപാട് നടക്കണ്ടല്ലോ. അപ്പോൾ ഓഫീസിലെത്തി. ഇതാണ് എൻ്റെ ഓഫീസ്. അതിന് ശേഷം ഞാൻ ചെന്ന് ബാഗൊക്കെ വെച്ച് നമ്മുടെ സിസ്റ്റമൊക്കെ ലോഗിൻ ചെയ്ത് എൻ്റെ പണികൾ ആരംഭിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്കൊരു ടീ ടൈമാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ ബഡി, പേര് ബിജേഷ് എന്നാണ്. ഞങ്ങളാണ് ഓഫീസിൽ, നമ്മുടെ ഒരു ഓഫീസ് ഗ്യാങ് എന്ന് പറയില്ല, അതാണ്. ഞാൻ എവിടെ പോയാലും ബിജേഷ് ഉണ്ടാവും, ബിജേഷ് എവിടെ പോയാലും ഞാനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പോയത് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു Q2 മൊബൈൽസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ്. ബിജേഷിന് എന്തോ ഫോൺ കവറോ സംതിങ് അങ്ങനെ എന്തോ എടുക്കാനായിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ബിജേഷ് ഒളിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം അവിടെയുള്ള ചേച്ചിയോടൊക്കെ സംസാരിച്ച് ബിജേഷ് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ തിരിച്ച് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ബിജേഷിന് ഭയങ്കരമായ തലവേദനയൊക്കെ എന്നാണ് പറയുന്നത്. അതിനുശേഷം നമുക്കൊരു ചെറിയ ട്രെയിനിങ് ഉണ്ടായിരുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്ത് വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം നമ്മൾ പോകുന്നത് വൈകുന്നേരത്തെ ചായ കുടിക്കാനാണ്. ഞാൻ അതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ബിക്കോസ് നമുക്ക് ഓഫീസിൽ വീഡിയോ എടുക്കുന്നതിന് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ അതൊക്കെ നോക്കിയാണ് എടുത്തത്. നമ്മൾ സ്ഥിരം ചായ കുടിക്കാൻ പോകുന്നത് നമ്മുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള അന്നപൂർണയിലാണ്. അപ്പം നല്ല അത്യാവശ്യം ചായയും കടിയൊക്കെ കിട്ടുന്ന നല്ലൊരു ഷോപ്പാണ്. ഇപ്പോൾ നല്ല രസമല്ലേ. നമ്മൾ ഷാഡോ പോകുന്നു. അതിനുശേഷം നമ്മൾ ഷോപ്പിലെത്തി. ഇവിടെ കുറേ കടികളുണ്ടാവും കേട്ടോ. അത് ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ എടുക്കുന്ന ചായക്ക് അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിതാ കടികൾ എന്തൊക്കെയാണ് മേടിക്കേണ്ടത് എന്ന് നോക്കുകയാണ്. പഴംപൊരി ഉണ്ട്, അതുപോലെ കായ് ബജി ഉണ്ട്, എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എടുത്തത് ഒരു പഴംപൊരിയും ബിജേഷ് എന്തോ പരിപ്പോട സംതിങ് ആണ് എടുത്തത്. അപ്പം ബിജേഷ് ആരോടോ അവിടെ വീഡിയോ കോളൊക്കെ ചെയ്ത് എന്തൊക്കെയോ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പഴംപോളി വന്നു. നമ്മൾ പഴംപോളി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കുറച്ച് പേര് ഞാൻ ഇടുക്കി എന്നാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലാംഗ്വേജായിട്ട് കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പം ബിജേഷ് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവിടെ ഒളിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ച് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഒരു സെൻഡ് ഓഫ് പാർട്ടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കേക്ക് വാങ്ങിക്കാനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള വറവ് കടയിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ഈ ഒരു സ്പോട്ട് അറിയാത്തവരായിട്ടുള്ള ആൾക്കാർ കുറവായിരിക്കും. കാരണം വറവുകട എന്ന് പറയുന്ന ഒരു ഷോപ്പ് എല്ലായിടത്തും തന്നെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ ഡെയിലി കഴിച്ച് മടുത്ത സ്നാക്സ് അല്ലാതെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പം ഇവരുടെ ഓൺ പ്രൊഡക്റ്റാണ്. കേക്കൊക്കെ ആയാലും നല്ല കിടിലൻ ടേസ്റ്റാണ്. അതുപോലെ ഒത്തിരി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. കേക്കൊക്കെ ഇവർ തന്നെ ബേക്ക് ചെയ്തെടുക്കുന്നതാണ് ഇവിടെ. അപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് കുക്ക് ചെയ്യുന്നത് കാണുന്നത് ഇതെനിക്ക് തോന്നുന്നു ചേമ്പാന്ന് തോന്നുന്നു. ചേമ്പ് ഓർ സ്വീറ്റ് പൊട്ടറ്റോ, ഇത് രണ്ടിലേതോ ഒന്നാണ്, ഞാൻ കറക്റ്റ് മറന്നുപോയി. അപ്പോൾ നല്ല ചൂടായിട്ട് അവിടെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ നമ്മുടെ ഓഫീസിലേക്കും നമ്മുടെ വീട്ടിലേക്കും ഒക്കെ ഉള്ള സ്നാക്സൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നല്ല അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള നല്ല വെറൈറ്റി സ്നാക്സ് കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പാണ് കേട്ടോ. ഒരു ഹായ് തരുവാണെങ്കിൽ കടയ്ക്ക് ഒരു പ്രൊമോഷൻ തരാം.
അതിനുശേഷം ഞാൻ കേക്കൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ഓഫീസിൽ വന്നു. കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് കറക്റ്റ് 5 മണിയാകുമ്പോൾ നമുക്ക് ഷട്ടർ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇന്ന് ആ ഒരു ടാസ്ക് ഞാൻ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, കുറച്ച് ടൈറ്റാണ് എങ്കിലും നമുക്ക് സുഖമായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഈവനിങ് ടൈമിലുള്ള ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ബ്ലോക്കായിരിക്കും. പിന്നെ ഓഫീസിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് ചിൽ ഔട്ട് ചെയ്യാൻ ഇറങ്ങി. അപ്പോൾ എത്ര നോക്കിയാലും വിജേഷ് ബേബി ക്യാമറയ്ക്ക് മുഖം തരില്ല. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു ഹെവി ബ്ലോക്കാണ് കേട്ടോ. ഇത് കഴിയാൻ നല്ല ടൈം എടുക്കും. പിന്നെ നമ്മൾ ബ്രാഞ്ചൊക്കെ ക്ലോസ് ചെയ്ത് നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കും എടുക്കണം, വിജേഷിനും എടുക്കണം. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ നോക്കുകയാണ്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫറുകളൊക്കെ ഇടുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ എടുത്ത് ബില്ലടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. സന്ധ്യാസമയമാണ്. ആൻറ്റി വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അപ്സ്റ്റേഴ്സിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പം ഞാൻ സ്റ്റെപ്പൊക്കെ കയറി മേളിലെത്തി. അപ്പോൾ നമുക്കിവിടെ വേറൊരു സംഭവമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. നമ്മളിതിന് ഇരുമ്പമ്പുളി എന്നാണ് പറയുന്നത്. നല്ല പുളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. ആൻറ്റി ഇത് വെച്ച് ഇടയ്ക്ക് ഒരു അച്ചാറൊക്കെ ഇട്ട് തരും കേട്ടോ. കിട്ടില്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം ആൻറ്റി നമുക്ക് ചായയും ഇന്നത്തെ സ്നാക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുകയാണ്. ഇന്ന് നമുക്ക് കപ്പ് കേക്കും ചായയാണ് കഴിക്കാനായിട്ട്. അപ്പം സാധാരണ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കൂടി അവിടെ വട്ടത്തിലിരുന്ന് സംസാരിച്ച് അങ്ങനെയാണ് ചായ കുടിക്കാറ്. പക്ഷേ ഇന്ന് ആരും തന്നെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചായയും ഒരു കേക്കും എടുത്ത് റൂമിൽ പോയിരുന്ന് കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും കൂടി ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് സംസാരിച്ച് ഒന്നിച്ച് കഴിക്കാൻ രസമാണ്. അതിനുശേഷം നമ്മുടെ മുറ്റത്ത് നല്ല അടിപൊളി ഒരു മൂവാണ്ടൻ മാവുണ്ട്. അപ്പോൾ ചേച്ചിയും ഞാനും കൂടി 2 മാങ്ങയൊക്കെ പറിച്ച്, നമ്മുടെ നാട്ടിൽ ഇതിന് ചെനച്ച മാങ്ങ എന്നാണ് പറയുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്, ചെറിയൊരു മധുരവും പുളിപ്പും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാനും ചേച്ചിയും കൂടിയിട്ട് മാങ്ങയൊക്കെ പറിച്ച് കുറച്ച് മുളക് പൊടിയൊക്കെ ചാലിച്ച് അതിൽ മുക്കി കഴിക്കുകയാണ്. എൻ്റെ അമ്മോ, ഭയങ്കരമായിട്ട് നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ വരുന്നൊരു സാധനമാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ച് സംസാരിച്ച് ഇങ്ങനെ ചിൽ ഔട്ട് ചെയ്ത് ഇരിക്കുകയാണ്. അതിനുശേഷം ഞാൻ പോയി ഫ്രഷായി എൻ്റെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഒന്നെങ്കിൽ സംസാരിച്ചിരിക്കും, ഇല്ലെങ്കിൽ റീൽസൊക്കെ കണ്ടെങ്കിരിക്കും. അതിനുശേഷം നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറുണ്ട്, ചപ്പാത്തിയുണ്ട്, പിന്നെ മുട്ട വറുത്തമുണ്ട്, എന്തൊക്കെ കുറച്ച് കറികളുണ്ട്. ഞാൻ സാധാരണ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഫുഡിങ്ങും ഒക്കെ കഴിഞ്ഞു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഇനി നേരെ നമ്മൾ ഉറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.